അപ്പോൾ ഞങ്ങൾ ഇന്ന് ശനിയാഴ്ചയായിട്ട് ഞാനും കുഞ്ഞും ഗുണ്ടും ഉണ്ട്. കുഞ്ഞുവിനിന്ന് ക്ലാസ്സില്ലല്ലോ. പോണ വഴിക്ക് ഒരു വയലറ്റ് മുളക് കണ്ട്. എരിവുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. ഇത് കണ്ടിട്ടുണ്ട്, പക്ഷെ കഴിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ പോയി. അവൾ ഒരു സൈഡ്, ഞാൻ ഒരു സൈഡ്. ഞാൻ നേരത്തെ പാലൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഒരു 6-7 മരമുണ്ട്. ഞാൻ വിചാരിച്ച അവളെ വീഡിയോ എടുക്കാം. അപ്പോൾ എൻ്റെ കൂടെ വന്ന ഗുണ്ടു അവിടെ തന്നെ നിൽപ്പുണ്ട്. ഞാൻ ഞൊയിരോട്ട് വന്നിട്ടും വന്നിട്ടില്ല. ഞാൻ പിന്നെ തൊടലൂരില്ല. കാരണം അവൻ ഇങ്ങനെ തൊടലൂരിയാൽ പിന്നെ നമ്മളെ കയ്യിൽ കിട്ടൂല. തൊടലുണ്ടെങ്കിൽ നമ്മളെ കയ്യിലാണെന്നുള്ള ഒരു ഭാവത്തിൽ അവൻ നമ്മളെ ചുറ്റിപ്പറ്റിയേ നിൽക്കുകയുള്ളൂ കേട്ടോ. അപ്പം എന്നാലും ഞാൻ ശ്രദ്ധിക്കും. ഒരു ജസ്റ്റ് ഒന്ന് കൈവിട്ട് പോയാൽ ഓടിക്കളയും. അതുകൊണ്ട് നമ്മളെ വഴി മാറി നമ്മളെ സ്ഥലത്ത് ഗുണ്ടുവേന്നൊരു വിളി വിളിക്കുമ്പം പിന്നെ പെട്ടെന്ന് നമ്മളെ കൂടെ തന്നെ വരും. കുറച്ച് വഴി മാറി ഇങ്ങനെ ശ്രമിക്കാൻ നോക്കുമ്പോൾ ഞാൻ ഗുണ്ടുവേന്നൊരു വിളിക്കും. അപ്പോഴേക്കും നമ്മളെ കൂടെ ചിരിച്ചുകൊണ്ട് പറ്റിപ്പോയി എന്നുള്ള രീതിയിൽ ഇങ്ങോട്ട് വരും. അങ്ങനെ ഇപ്പം ചേച്ചിയുടെ ബാക്കിയാണ് നടക്കുന്നത്. ഇത്രയും നേരം എൻ്റെ കൂടെ ആയിരുന്നു. ഇപ്പം ചേച്ചിയുടെ കൂടെ ഉണ്ട് ആൾ. അപ്പോൾ ഇടയ്ക്കിങ്ങനെ ബാത്റൂം കാര്യങ്ങളൊക്കെ നോക്കിയും അവൻ്റെ കാര്യങ്ങളൊക്കെ മുറ പോലെ നടക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് അറിയാമല്ലോ, ഇവിടെ സ്ഥലം ഇല്ലാത്തത് കൊണ്ട് എന്തായാലും ഇന്ന് പാലെടുക്കാനുള്ളത് കൊണ്ട് രാവിലെ ബാത്റൂമിൽ കുറച്ച് ദൂരമൊക്കെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് പിന്നെ 9:30-10 മണിയൊക്കെ ആകുമ്പോൾ പാലെടുക്കാൻ വരണമല്ലോ. അപ്പോൾ അവനെയും കൊണ്ട് വരാം. അതിനാണ് സത്യം പറഞ്ഞാൽ കൂടെ കൊണ്ടുവരണത്. എങ്കിൽ ഞാൻ രാവിലത്തെ അവൻ്റെ ഡ്യൂട്ടിക്ക് കൊണ്ടുപോകില്ല. പാലെടുപ്പുള്ള ദിവസം നേരെ ഞാൻ ഇങ്ങ് കൊണ്ടുവരും. അപ്പോൾ ഈ കാണുന്നവർ വിചാരിക്കും ഞാൻ പാലെടുക്കുമ്പോഴും കൂടെ കൊണ്ട് നടക്കണം എന്തിനെന്ന്. ഞാൻ നോക്കുമ്പോൾ ഒരു മണിക്കൂർ ഞാൻ പാലെടുക്കുന്ന സമയം കൊണ്ട്, 1 മണിക്കൂറൊന്നും വേണ്ട, 1/2 മണിക്കൂർ, ആ സമയം കൊണ്ട് അവൻ അവിടെ കൂടിയൊക്കെ എൻ്റെ കൂടെ നടക്കുകയും ചെയ്യും. അവൻ്റെ കാര്യങ്ങളും നടക്കും. അപ്പം ഈ ചൊറിയായിരിക്കണവർ കറക്റ്റ് എന്നും ചൊറിയായിരിക്കും പോലെ ഇരിപ്പുണ്ട്. ഇന്ന് കണ്ടപ്പോഴും ഈ ചേച്ചി എന്നെ അന്ന് എന്തിനാണ് നീ ഇങ്ങനെ ബാത്റൂമിൽ കൊണ്ടുപോകണം, നിനക്ക് ഒരു സ്നഗ്ഗി മേടിച്ചിട്ട് കൊടുത്തൂടെ, ഇല്ലെങ്കിൽ പിന്നെ നിനക്ക് 2 സെൻറ്റ് സ്ഥലം മേടിച്ചൂടെ, മേടിച്ചിട്ട് നിനക്ക് ഇവൻ്റെ കാര്യങ്ങൾക്കൊക്കെ പോയിക്കൂടെ. ഞാൻ പറയും എൻ്റെ കയ്യിൽ അതിനുള്ള കാശൊന്നുമില്ല. 2 സെൻറ്റ് സ്ഥലം അത് അല്ലെങ്കിൽ നമ്മൾ അടുത്ത് വാങ്ങാൻ വേണ്ടി ആളുകൾ വെച്ചുകൊണ്ടിരിക്കണം. അത് നിൻ്റെ വീടിൻ്റെ അടുത്ത് എവിടെയെങ്കിലും മേടിക്കണം, പിന്നെ നിനക്ക് ഇങ്ങനെ കൊണ്ടു നടക്കണ്ടല്ലോ എന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് നിർത്തണില്ല. പിന്നെ അടുത്ത ഡയലോഗ്, ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ നടക്കുകയല്ലേ, ഇന്ന് റിസൾട്ടൊക്കെ അല്ലേ. അപ്പം അത് കണ്ടുകൊണ്ട് യവനെ ഇനി അടുത്ത ഇലക്ഷൻ യവനെ അങ്ങ് നിർത്തണം, നല്ല വോട്ട് കിട്ടും, നീ ഇങ്ങനെ കൊണ്ട് നടക്കണുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ് അടുത്ത മുളകാണ് ഇത്, വെള്ളമുളക്, പാൽമുളകാ, എന്തൊരു മുളകോ, നമ്മളെ വിളയിൽ മൊത്തവും മുളക് തന്നെ കേട്ടോ. അപ്പോഴാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല ചേച്ചി, നിങ്ങളെപ്പോലുള്ളവരൊന്നും വോട്ടിടില്ലല്ലോ, നിങ്ങൾക്ക് ഇവർ ഹറാമല്ലേ, അതുകൊണ്ട് നിങ്ങൾക്കിത് കാണുമ്പോഴേ നിങ്ങൾക്ക് അത് എല്ലാവർക്കും അങ്ങനെ ഇല്ല, ചിലവർക്കൊക്കെ ഇവരെ സ്നേഹം തന്നെ എന്ന് പറഞ്ഞു.